വെൽക്കം എവരി വൺ. നമ്മുടെ S5 പവർ ഇലക്ട്രോണിക്സിൻ്റെ ഫസ്റ്റ് സെഷൻ ക്ലാസ്സാണ്. സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇൻട്രൊഡക്ഷനായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. Power electronics, by definition, power electronics may be defined as the application of solid-state electronics for the control and conversion of electric power. ബേസിക്കലി പവർ ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളുടെ നോർമൽ ഇലക്ട്രിക് സർക്യൂട്ടിൽ നമുക്കൊരു സോഴ്സ് ഉണ്ടാവും, ഒരു ലോഡ് ഉണ്ടാവും. ലോഡിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇലക്ട്രിക് സർക്യൂട്ടിൽ ഒരു ലോഡിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് ഇലക്ട്രിക് മോട്ടോർ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലുള്ള സപ്ലൈ AC സപ്ലൈ ആണല്ലോ. നമ്മളുടെ ലോഡ് ഒരു DC മോട്ടറാണ് നമ്മുടെ ലോഡ് എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ AC സപ്ലൈയെ DC ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ലോഡിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് നമ്മൾ ആക്ച്വലി പവർ ഇലക്ട്രോണിക്സ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതാണ് പവർ ഇലക്ട്രോണിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. അതായത് സോഴ്സിൽ നിന്നുള്ള സപ്ലൈ ലോഡിന് ഏത് ഫോമിലാണോ ആവശ്യമുള്ളത് ആ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സർക്യൂട്ടാണ് പവർ ഇലക്ട്രോണിക് സർക്യൂട്ട്. ഒരു പവർ ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ പവർ സോഴ്സ് കാണിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ലോഡ് കാണിച്ചിട്ടുണ്ട്. അഗൈൻ ഇൻ ബിറ്റ്വീൻ പവർ സോഴ്സ് ആൻഡ് ഇലക്ട്രിക് ലോഡ് ഓഫ് പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ. സപ്പോസ് ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ തന്നെ DC മോട്ടറാണ് നമ്മുടെ ലോഡ് എങ്കിൽ AC സപ്ലൈയെ AC ടു DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു കൺവേർട്ടർ നമ്മളവിടെ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ തിരിച്ചു, സപ്പോസ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈ DC ആണ്, അഗൈൻ നമ്മുടെ ലോഡ് AC മോട്ടറാണെങ്കിൽ നമ്മൾക്ക് ആ DCയെ AC ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതും ആവശ്യം വരും. അതുപോലെ തന്നെ AC ടു AC കൺവേർട്ടർ ഉണ്ട്, DC ടു DC കൺവേർട്ടർ ഉണ്ട്. അതെല്ലാം നമ്മൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. അഗെയിൻ പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ നമ്മൾക്ക് എപ്പോഴും ഒരു കൺട്രോൾ സർക്യൂട്ട് ആവശ്യമുണ്ട്. ആ കൺട്രോൾ സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ പവർ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി പവർ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം. പവർ ഇലക്ട്രോണിക്സിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾക്ക് കുറച്ച് ബേസിക് ഫണ്ടമെൻ്റൽ കാര്യങ്ങളൊന്ന് നോക്കാം. ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള ഒരു ആറ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചറാണ്. നമ്മൾക്കറിയാം ആറ്റത്തിന് അതിനൊരു ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിൽ എന്തൊക്കെയുണ്ട്? ഒരു ന്യൂട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട്. അഗെയിൻ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഷെല്ലിൽ ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആറ്റത്തിലുള്ളത്. ഇലക്ട്രോണിക്സിൽ നമ്മൾ വി ആർ ആക്ച്വലി ഡീലിംഗ് വിത്ത് ദ ഫ്ലോ ഓഫ് ദീസ് ഇലക്ട്രോൺസ്. ഇതിൻ്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയാണ് ബേസിക്കലി നമ്മൾ ഇലക്ട്രോണിക്സിലെ കൺസിഡറേഷൻ. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഡെഫിനേഷനിൽ ഒരു കാര്യം പറഞ്ഞു, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നാം, എന്താണ് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഇവല്യൂഷൻ നോക്കാം. അപ്പോൾ ഇലക്ട്രോണിക്സ് ബേസിക്കലി ഇവോൾവ് ചെയ്തിരിക്കുന്നത് ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്ന മീഡിയത്തെ അനുസരിച്ചാണ് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഇവല്യൂഷൻ വരുന്നത്. ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാനുള്ള മീഡിയം അല്ലെങ്കിൽ ചാനലായിട്ട് നമ്മൾ വാക്വം ഉപയോഗിച്ച് തുടങ്ങി. അതിനാണ് വാക്വം ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ആ വാക്വം ഇലക്ട്രോണിക്സിലുള്ള ഡിവൈസസിന് എക്സാമ്പിളാണ് വാക്വം ട്യൂബ്സ് ഒക്കെ. അതായത് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെയൊക്കെ ഒരു പഴയ ഫോമാണ് വാക്വം ട്യൂബ്സ്. അപ്പോൾ ഇതാണ് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ്. എഗെയിൻ വീണ്ടും ഇലക്ട്രോണിക്സ് ഇവോൾവ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ആ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാനുള്ള ചാനലായിട്ട് നമ്മൾ ഗ്യാസസിനെ ഉപയോഗിച്ച് തുടങ്ങി. അതാണ് ഗേഷ്യസ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു. നൗ എഗെയിൻ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നമ്മളുള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, നമ്മൾ ആ മീഡിയമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് ആണ്. അതാണ് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാനുള്ള മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ്. അതാണ് സോളിഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക്സ്. അതാണ് ബേസിക്കലി ആ ഒരു ടേം കൊണ്ട് ഉപയോഗിക്കുന്നത്. എഗെയിൻ ഇലക്ട്രോണിക്സിൽ രണ്ട് തരമുണ്ട്. ഒന്ന് ഡിസ്ക്രീറ്റ് ഇലക്ട്രോണിക്സും ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രോണിക്സും. ഡിസ്ക്രീറ്റ് ഇലക്ട്രോണിക്സ് എന്ന് വെച്ചാൽ, നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ ട്രാൻസിസ്റ്റേഴ്സ്, ഡയോഡ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ അതിനാണ് നമ്മൾ ഡിസ്ക്രീറ്റ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മളത് പ്ലേസ് ചെയ്യുമ്പോൾ ആ സർക്യൂട്ട് സാധാരണ ഇതിൽ ബൾക്കി ആയിരിക്കും. പക്ഷേ ഇപ്പം നമ്മളുള്ള ഒരു എറ എന്ന് വെച്ചാൽ അത് ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രോണിക്സിൻ്റെ എറയാണ്. ഇൻ്റഗ്രേറ്റഡ് ഇലക്ട്രോണിക്സ് എന്ന് വെച്ചാൽ നമ്മൾ കുറേ അനവധി ട്രാൻസിസ്റ്റേഴ്സൊക്കെ ഒരൊറ്റ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ നമ്മൾക്ക്
കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ആ സർക്യൂട്ടിൻ്റെ സൈസൊക്കെ വളരെയധികം കുറയുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോണിക്സിൽ നമ്മൾ പൊതുവേ ഉപയോഗിക്കുന്ന ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ് കാര്യങ്ങളെല്ലാം ലോ പവർ, ലോ വോൾട്ടേജ്, ലോ കറണ്ട് ഡിവൈസസ് ആണ്. അതിന് അധികം പവർ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അത്രയ്ക്കും ഒരു കപ്പാസിറ്റി നമ്മുടെ ആവശ്യമില്ല. എഗെയിൻ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ഈ നോർമൽ സാധാരണ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് ലോ പവറിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ലാപ്ടോപ്പിലൊക്കെ ഉള്ള സർക്യൂട്ട്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതെല്ലാം ലോ വോൾട്ടേജിലാണ് വർക്ക് ചെയ്യുന്നത്. പവർ ഇലക്ട്രോണിക്സ് വരുമ്പോൾ ആക്ച്വലി അതിലെ ഡിവൈസസ് ഹൈ പവറിൽ നേരിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ് ആണ്. പവർ ഇലക്ട്രോണിക്സ് കോമ്പോണൻറ്റ്സ് നമ്മൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ സപ്ലൈയിൽ 230 വോൾട്ടിലും ഒക്കെ കണക്ട് ചെയ്യാം. അതാണ് പവർ ഇലക്ട്രോണിക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പവർ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എഗെയിൻ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉള്ള എലമെൻറ്റിനെയാണ് നമ്മൾ ആക്ച്വലി സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. സിലിക്കൺ, ജെർമേനിയം എല്ലാം സെമി കണ്ടക്ടറിന് എക്സാമ്പിളാണ്. ഈ സ്ലൈഡ് കാണിച്ചിട്ടുള്ളത് ഒരു പ്യുവർ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറാണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ വേറെ ഒരു എലമെൻറ്റ് അതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ സിലിക്കൻ്റെ സ്ട്രക്ചറാണ് കാണിച്ചിട്ടുള്ള. സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് വെച്ചാൽ പറഞ്ഞു അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഏതൊരു എലമെൻറ്റും അതിന് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒക്ടെറ്റ് റൂൾ, അതായത് അതിന് വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വാലൻസ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉള്ള ഒരു സിലിക്കൺ ആറ്റം നിയർ ബൈ ആയിട്ടുള്ള 4 സിലിക്കൺ ആറ്റവുമായിട്ട് കോവാലൻ ബോണ്ടിൽ ഏർപ്പെടുകയും അതിൻ്റെ വാലൻസ് ഷെല്ലിൽ ഒക്ടെറ്റ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ സ്ട്രക്ചർ. ഇങ്ങനെയുള്ള ഒരു സെമി കണ്ടക്ടർ മെറ്റീരിയൽ നമ്മൾ ഇലക്ട്രോൺസിൽ അധികം യൂസ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫ്രീ ആയിട്ടുള്ള ക്യാരിയേഴ്സ് വളരെ കുറവാണ്. എല്ലാ ഇലക്ട്രോൺസും നിയർ ബൈ ആറ്റം ആയിട്ട് കോവാലൻ ബോണ്ടിൽ ഏർപ്പെട്ടിരിക്കുന്ന കാരണം തന്നെ അതിൽ ഫ്രീ ആയിട്ടുള്ള ക്യാരിയേഴ്സ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ആപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. പക്ഷേ നമ്മുടെ ആപ്ലിക്കേഷൻസിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുകയും അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ ഫ്രീ ക്യാരിയേഴ്സിനെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ഇമ്പ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുന്നത്. 2 രീതിയിൽ നമ്മൾക്ക് ഡോപ്പിംഗ് നടത്താം. അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്ന് വെച്ചാൽ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉള്ള ഒരു ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഫിഗറിൻ്റെ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന പോലെ ആൻറ്റിമണി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അതിന് വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെ 5 ഇലക്ട്രോൺസ് ഉള്ള ഒരു എലമെൻറ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയുടെ വാലൻസ് ഷെല്ലിലെ 4 ഇലക്ട്രോൺസ് നെയ്ബറിംഗ് ആയിട്ടുള്ള 4 സിലിക്കൺ ആറ്റവുമായിട്ട് കോവാലൻ ബോണ്ടിൽ ഏർപ്പെടുകയും എക്സസ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോൺ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതിൻ്റെ 4 ഇലക്ട്രോൺസ് 4 സിലിക്കൺ ആറ്റവുമായിട്ട് കോവാലൻ ബോണ്ടിൽ ഏർപ്പെട്ടു. എക്സസ് ആയിട്ട് വരുന്ന ഒരു ഇലക്ട്രോൺ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ആ ഒരു സ്ട്രക്ചറിൽ ഫ്രീ ക്യാരിയറായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. 5 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിലുള്ള ഇമ്പ്യൂരിറ്റി, അതായത് പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറാണ് കിട്ടുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിലെ മെജോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. അതുപോലെ തന്നെ വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉള്ള ഇമ്പ്യൂരിറ്റി, അതിനെ നമ്മൾ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയുടെ 3 ഇലക്ട്രോൺസാണ് വാലൻസ് ഷെല്ലിലുള്ളത്. ആ 3 ഇലക്ട്രോൺസ് നെയ്ബറിംഗ് ആയിട്ടുള്ള 3 സിലിക്കൺ ആറ്റവുമായിട്ട് കോവാലൻ ബോണ്ടിൽ ഏർപ്പെടുകയും ഒരു കോവാലൻ ബോണ്ടിൽ നമ്മൾക്കൊരു ഇലക്ട്രോണിൻ്റെ ആബ്സെൻസ് ഫീൽ ചെയ്യും. ആബ്സെൻസ് ഓഫ് ഇലക്ട്രോണിന് നമ്മൾ ഇലക്ട്രോണിക്സിൽ പറയുന്ന പേരാണ് ഹോൾ എന്ന്. അപ്പോൾ ഹോള്
ആണ് ഹോളാണ് നമ്മുടെ പി ടൈപ്പ് സെമി കണ്ടക്ടറിലെ മെജോറിറ്റി കാരിയർ. ഒരു കാര്യം കൂടി, ഈ പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് പറയും. അതുപോലെ തന്നെ ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റിയാണ് നമ്മൾ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്ന് പറയും. അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺ ഉണ്ട്, അതിനെ നമ്മൾ ഹോൾ എന്ന് പറയും. ആ ഹോൾ എപ്പോഴും ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കും. ഇതിൽ പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും. ഇത് രണ്ടുമാണ് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു എൻ ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസും പി ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസുമാണ് എന്ന്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ബോത്ത് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. രണ്ടിനും പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. പി ടൈപ്പിനും എൻ ടൈപ്പിനും പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ എൻ ടൈപ്പിൽ കൂടുതൽ ഇലക്ട്രോൺ ഉണ്ട് ചാർജ് ക്യാരിയറായിട്ട്. പക്ഷേ എത്ര തന്നെ ഇലക്ട്രോൺസ് ഉണ്ടോ അതിൻ്റെ വാലൻസ് ഷെല്ലിൽ, അത്രയും തന്നെ പ്രോട്ടോൺസ് ഈ പെൻഡാവാലൻ്റ് ഇമ്പ്യൂരിറ്റിയുടെ ന്യൂക്ലിയസിലുണ്ട്. അതുകൊണ്ട് ചാർജ് വൈസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എൻ ടൈപ്പ് ആൻഡ് പി ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറയുന്നത് പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഡിവൈസാണ്. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലും എൻ ടൈപ്പ് സെമി കണ്ടക്ടർ മെറ്റീരിയലും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിവൈസാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്ട്രക്ചർ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പി ടൈപ്പും എൻ ടൈപ്പും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്കറിയാം എൻ ടൈപ്പിൽ നമ്മൾക്ക് മെജോറിറ്റി കാരിയേഴ്സായിട്ട് ഇലക്ട്രോൺസ് ഉണ്ട്. പി ടൈപ്പിൽ മെജോറിറ്റി കാരിയേഴ്സായിട്ട് ഹോൾസ് ഉണ്ട്. ഇലക്ട്രോൺസിനാണ് നമ്മൾ -1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹോൾസിനാണ് നമ്മൾ +1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇലക്ട്രോൺസ് എൻ ടൈപ്പിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്തിട്ട് പി ടൈപ്പിലേക്ക് മൂവ് ചെയ്യാൻ നോക്കും. എൻ ടൈപ്പിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്തിട്ട് പി ടൈപ്പിലേക്ക് മൂവ് ചെയ്യാൻ നോക്കും. ഇവിടെയുള്ള ഹോളുമായിട്ട് ജോയിൻ ചെയ്യും. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു എൻ ടൈപ്പും പി ടൈപ്പും ഇലക്ട്രിക്കലി ന്യൂട്രലാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ ഈ യെല്ലോ പോർഷൻ കാണിച്ചിരിക്കുന്നത്, ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, അവിടെ ഒരു ഇലക്ട്രോൺ കുറയുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പി ടൈപ്പ് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഇൻ ബിറ്റ്വീൻ പി ആൻഡ് എൻ ടൈപ്പ് അവിടെ നമ്മൾക്കൊരു ബാരിയർ ഫോം ചെയ്യുന്നത്. ബാരിയർ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത്. ഡിപ്ലീഷൻ ലെയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ഫ്രീ ക്യാരിയേഴ്സ് ഉണ്ടാവില്ല. ഫ്രീ ക്യാരിയേഴ്സ് ഇല്ലാത്ത റീജിയനെയാണ് ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിപ്ലീഷൻ ലെയറിൻ്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ എൻ ടൈപ്പിനോട് ചേർന്നിട്ടുള്ള റീജിയൻ പോസിറ്റീവും പി ടൈപ്പിനോട് ചേർന്നിട്ടുള്ള റീജിയൻ നെഗറ്റീവായിട്ടാണ് ഡിപ്ലീഷൻ റീജിയൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ ഫോം ചെയ്തത്. അപ്പോൾ അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്നാണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത്, ഇവിടെയാണ് ഇലക്ട്രോൺ കമ്പൈൻ ചെയ്യുന്നത്. നൗ അഗെയിൻ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഒരു കാര്യം കൂടി, പി എൻ ജംഗ്ഷൻ്റെ ബാരിയർ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം. സിലിക്കൺ ആണെങ്കിൽ അത് 0.7 വോൾട്ട്, അതുപോലെ തന്നെ ജെർമേനിയം ആണെങ്കിൽ അത് 0.3 വോൾട്ടാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ബയാസിംഗ് ആണ്. പി എൻ ജംഗ്ഷൻ ഡയോഡിനെ നമ്മൾക്ക് 2 രീതിയിൽ ബയാസ് ചെയ്യാം. ഒന്നെങ്കിൽ ഫോർവേഡ് ബയാസ് ചെയ്യാം, അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ് ചെയ്യാം. ഫോർവേഡ് ബയാസ് മീൻസ് അതിൻ്റെ പി ടൈപ്പിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും എൻ ടൈപ്പിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർവേഡ് ബയാസിംഗ് ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. റിവേഴ്സ് ബയാസിംഗ് ഓഫ് എ പി എൻ ജംഗ്ഷൻ മീൻസ് അതിൻ്റെ എൻ ടൈപ്പിലേക്ക് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ പി ടൈപ്പിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്തു. റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ഇവിടെ നിന്ന് എന്താ ചെയ്യുക, എൻ റീജിയനിലെ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ പി റീജിയനിലുള്ള ഹോൾസിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം ഈ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുന്ന ഇവിടെ
ഇവിടെ വരെ നേരത്തെ ചാർജ് കാരിയേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ സെല്ല് അട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചാർജ് കാരിയേഴ്സ് ഇങ്ങോട്ടും മൂവ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബേസിക്കലി ആ ഡിപ്രീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് PN ജംഗ്ഷൻ ഡയോഡിൽ ചാർജ് കാരിയേഴ്സിൻ്റെ ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റിവേഴ്സ് ബയസ്ഡ് PN ജംഗ്ഷൻ ഡയോഡ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ഓഫ് സ്വിച്ച്. അതെന്ന് വെച്ചാൽ നമ്മൾക്ക് സ്വിച്ച് ഓഫ് ആയിട്ടുള്ള കണ്ടീഷന് സിമിലറാണ് റിവേഴ്സ് ബയസ്ഡ് PN ജംഗ്ഷൻ ഡയോഡ്. അതാണ് നമ്മൾ ഈ സിമ്പലിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. Another type of biasing of PN junction diode is actually forward biasing. Forward biasing means connecting the P type of a PN junction diode to the positive terminal of the battery and N type of a PN junction diode to the negative terminal of the battery. അപ്പോൾ നമ്മൾ P ടൈപ്പിലേക്ക് പോസിറ്റീവ് ടെർമിനലും N ടൈപ്പിലേക്ക് നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യാൻ തക്കതായൊരു വാല്യൂ ഉണ്ടെങ്കിൽ N റീജിയണിൽ നിന്ന് ഇലക്ട്രോൺസ് ആ ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്ത് P റീജിയനിലേക്ക് മൂവ് ചെയ്യും. അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ അട്രാക്ട് ചെയ്യാണ് ഇലക്ട്രോൺസ്. അതുകൊണ്ട് തന്നെ N റീജിയണിൽ നിന്ന് ഇലക്ട്രോൺസ് P റീജിയനിലേക്ക് മൂവ് ചെയ്യും. അതുപോലെ തന്നെ P റീജിയണിൽ നിന്നുള്ള ഹോൾസ് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് എഗെയിൻ ബാരിയറിനെ ഓവർകം ചെയ്തിട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ഫ്ലോ ഓഫ് ചാർജ് കാരിയേഴ്സ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജ് കാരിയേഴ്സാണ് നമ്മൾക്ക് ഒരു ഇലക്ട്രിക് കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഡയറക്ഷൻ ബാറ്ററിയുടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ഫോർവേഡ് ബയസ്ഡ് PN ജംഗ്ഷൻ ഡയോഡിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഫോർവേഡ് ബയസ്ഡ് PN ജംഗ്ഷൻ ഡയോഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ഐഡിയൽ കേസിൽ ഫോർവേഡ് ബയസ്ഡ് PN ജംഗ്ഷൻ ഡയോഡ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. നേരത്തെ പറഞ്ഞു നമ്മൾ റിവേഴ്സ് ബയസ്ഡ് PN ജംഗ്ഷൻ ഡയോഡ് ഓപ്പൺ സ്വിച്ച് ആണെങ്കിൽ ഫോർവേഡ് ബയസ്ഡ് PN ജംഗ്ഷൻ ഡയോഡിനെ നമ്മൾക്ക് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതാണ് PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ബയാസിങ്ങിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അഗെയിൻ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിനാണ് പവർ ഇലക്ട്രോണിക്സിൽ ഏതൊക്കെ തരം കൺവേർട്ടേഴ്സ് ഉണ്ടെന്ന്. AC to DC കൺവേർട്ടർ ഉണ്ട്. AC to DC കൺവേർട്ടറിന് നമ്മൾ പറയും റെക്ടിഫയർ എന്ന് പറയും. അതുപോലെ തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാനുണ്ട്. അത് ഓരോരോ ചാപ്റ്റർ വൈസ് നമുക്ക് നോക്കാം. ഈ റെക്ടിഫയർ നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇലക്ട്രിക് ചാർജറിലും ഇലക്ട്രിക് വെഹിക്കിൾസിലൊക്കെ നമ്മൾ റെക്ടിഫയേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അഗെയിൻ DC to DC കൺവേർട്ടർ ഉണ്ട്. DC to DC കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾക്കറിയാം നമ്മളുടെ ഒരു AC വോൾട്ടേജിൻ്റെ ലെവൽ വേരി ചെയ്യാനായിട്ട് നമുക്ക് ട്രാൻസ്ഫോമർ ഉപയോഗിക്കാം. ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമുക്ക് AC വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാം, സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം. പക്ഷേ ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾക്ക് DC കണക്ട് ചെയ്യാൻ പറ്റില്ല. DC കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് DC വോൾട്ടേജിൻ്റെ ലെവൽ വേരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് DC to DC കൺവേർട്ടർ ഉണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് കൺവേർട്ടർ ഉണ്ട്, അതുപോലെ സ്റ്റെപ്പ് ഡൗൺ കൺവേർട്ടർ ഉണ്ട്. ഹൈ വോൾട്ടേജ് DC നമുക്ക് ലോ വോൾട്ടേജ് DC ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ലോ വോൾട്ടേജ് DCയെ ഹൈ വോൾട്ടേജ് DC ആയിട്ടും കൺവേർട്ട് ചെയ്യാം. അങ്ങനെ DC to DC കൺവേർട്ടർ നമ്മൾ പറയുന്ന പേര് ചോപ്പർ എന്നാണ്. അത് നമുക്ക് നോക്കാനുണ്ട്. നൗ അഗെയിൻ DC to AC കൺവേർട്ടർ ഉണ്ട്. DC AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് നമ്മൾ ഇൻവേർട്ടർ എന്നാണ് പറയുന്നത്. നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള DC സപ്ലൈ AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസാണ് ഇൻവേർട്ടർ. അതും ഒരു പവർ കൺവേർട്ടറാണ്. അഗെയിൻ AC to AC കൺവേർട്ടർ ഉണ്ട്. AC to AC കൺവേർട്ടർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സപ്പോസ് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഒരു ഇൻഡക്ഷൻ മെഷീൻ്റെയൊക്കെ സ്പീഡ് കൺട്രോളിലൊക്കെ നമ്മളുടെ സപ്ലൈയുടെ ഫ്രീക്വൻസി വേരി ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അപ്പോൾ ഒരു ഫിക്സഡ് വോൾട്ടേജ് സപ്പോസ് നമ്മളുടെ 50 ഹെർട്സിലുള്ള സപ്ലൈ ഫ്രീക്വൻസിയെ നമുക്ക് വേരി ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് വേറൊരു ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്ലോ കൺവേർട്ടർ എന്ന് പറയുന്ന ഒരു പവർ ഇലക്ട്രോണിക് കൺവേർട്ടർ ഉപയോഗിക്കും. സൈക്ലോ കൺവേർട്ടർ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫ്രീക്വൻസി വേരി ചെയ്യാനായിട്ട് നമ്മൾ AC to AC കൺവേർട്ടേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും കൺവേർട്ടേഴ്സാണ് ബേസിക്കലി പവർ ഇലക്ട്രോണിക്സ്. എഗെയിൻ നിങ്ങളുടെ സിലബസിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനും പോലെ നമുക്ക് 4 മോഡ്യൂളുണ്ട്. അതിൽ ഫസ്റ്റ് മോഡ്യൂൾ ഈസ് അബൌട്ട് പവർ ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്. നമ്മൾക്ക് പവർ ഇലക്ട്രോണിക് കൺവേർട്ടേഴ്സിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസിനെ കുറിച്ച് അറിയണം. അതാണ് ഫസ്റ്റ് മോഡ്യൂളിൽ ഉപയോഗിക്കുന്നത്, പവർ ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ്. ഇനി കമ്മ്യൂട്ടേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞ ഒരു പവർ ഇലക്ട്രോണിക് സ്വിച്ചിനെ ഓഫ് ചെയ്യുന്ന മെത്തേഡിനാണ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മോഡ്യൂളിൽ നോക്കാം.
സെക്കൻഡ് മോഡ്യൂൾ ഈസ് അബൌട്ട് പവർ ഇലക്ട്രോണിക് കൺവേർട്ടേഴ്സ് ആൻഡ് ഇൻവെർട്ടേഴ്സ്. അതിൽ നമ്മൾക്ക് AC to DC കൺവേർട്ടർ ഉണ്ട്, അതുപോലെ തന്നെ DC to DC കൺവേർട്ടറും ഇൻവേർട്ടറും എല്ലാം നോക്കാനുണ്ട്. തേർഡ് മോഡ്യൂൾ ഈസ് അബൌട്ട് ഇലക്ട്രിക് ഡ്രൈവ്സ്. ഇലക്ട്രിക് ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആപ്ലിക്കേഷൻ ഓഫ് പവർ ഇലക്ട്രോണിക് കൺവേർട്ടേഴ്സ് ഫോർ ദ സ്പീഡ് കൺട്രോൾ ഓഫ് ഇലക്ട്രിക് മോട്ടോർ. ഇലക്ട്രിക് മോട്ടോഴ്സിൻ്റെ സ്പീഡ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ പവർ ഇലക്ട്രോണിക് കൺവേർട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഇലക്ട്രിക് ഡ്രൈവ്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തേർഡ് മോഡ്യൂളിൽ നോക്കാം. ഫോർത്ത് മോഡ്യൂൾ ഈസ് അബൌട്ട് റെഗുലേറ്റഡ് പവർ സപ്ലൈ. അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ SMP, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് നമ്മൾക്ക് ഫോർത്ത് മോഡ്യൂളിൽ നോക്കാം. ഇത് നിങ്ങളുടെ കോഴ്സ് ഔട്ട്കം ആണ്. സബ്ജക്റ്റ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത് എന്നുള്ളതാണ്. അഗൈൻ ഇതും ഇൻട്രൊഡക്ഷൻ തന്നെയാണ്. നമ്മുടെ സാധാ സെമി കണ്ടക്ടർ ഡിവൈസസ്, ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന ഡിവൈസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളത് PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ട്, BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഉണ്ട്, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് സാധാ ഇലക്ട്രോണിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് ലോ വോൾട്ടേജ്, ലോ കറണ്ട്, ലോ പവർ ഡിവൈസസ് ആണ്. പക്ഷേ പവർ ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഹൈ പവർ ഡിവൈസസ് ഉപയോഗിക്കാൻ തുടങ്ങും. അപ്പോൾ പവർ ഇലക്ട്രോണിക്സിൽ ഉപയോഗിക്കുന്ന കോമൺ സെമി കണ്ടക്ടർ ഡിവൈസസ് എന്ന് വെച്ചാൽ അതിൽ പവർ ഡയോഡ്, സാധാ ഡയോഡ് എന്നല്ല നമ്മൾ പറയുക, അതിന് പവർ ഡയോഡ് എന്ന് പറയും. അതുപോലെ തന്നെ BJT, പവർ BJT എന്ന് പറയുക. മോസ്ഫെറ്റിന് പവർ മോസ്ഫെറ്റ്. കഴിഞ്ഞ ഡയാക്ക് ഉണ്ട്, ഡയാക്ക്, IGBT ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ, ട്രയാക്ക്, തൈറിസ്റ്റർ അല്ലെങ്കിൽ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട് ഈ മോഡ്യൂളിൽ തന്നെ. ഫസ്റ്റ് മോഡ്യൂളിൽ നിങ്ങളുടെ വെരി ഫസ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഓർ UJT. അതിൻ്റെ സിമ്പിളാണ് കാണിച്ചിട്ടുള്ളത്. ഒരു എമിറ്റർ ഉണ്ട്, രണ്ട് ബേസ് ഉണ്ട്, B1 B2. താഴെയുള്ളതിന് B1 ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു, B2 എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ബേസാണ്. UJTയുടെ കൺസ്ട്രക്ഷനാണ് താഴെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ ബാറുണ്ട്. നമ്മൾക്ക് N ടൈപ്പ് സെമി കണ്ടക്ടർ ബാറിൻ്റെ മുകളിൽ നിന്ന് താഴെ നിന്ന് മെറ്റാലിക് കണക്ഷൻസ് എടുത്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ ബേസ് 1 ബേസ് 2 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അഗെയിൻ ഈ N ടൈപ്പ് സെമി കണ്ടക്ടർ ബാറിലേക്ക് നമ്മളൊരു P ടൈപ്പ് സെമി കണ്ടക്ടർ ബാർ ഡിഫ്യൂസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ P ടൈപ്പിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് B2 എന്ന് പറയുന്ന ബേസിനോട് കൂടുതൽ ചേർന്നിരിക്കുന്ന രീതിയിലാണ് അതിൽ പൊസിഷൻ ചെയ്തിട്ടുള്ളത്. P ടൈപ്പിൽ നിന്നും എടുത്തിട്ടുള്ള മെറ്റാലിക് കണക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് എമിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ P ടൈപ്പ് N ടൈപ്പും ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ബേസിക്കലി ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യും. PN ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം സിമിലർ ടു എ ഡയോഡ്. അതൊരു ഡയോഡിന് സിമിലറാണ്. ഇതിൻ്റെ വർക്കിങ്ങും ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾക്ക് ചോദിക്കുന്നതിനാണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് നമ്മൾക്ക് നോക്കാം. ഇത്രയും ഇതിൻ്റെ സ്ട്രക്ചറും സിമ്പിളും എല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. നമ്മൾക്ക് അടുത്തതായിട്ട് UJTയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യാനായിട്ട് നമ്മളതിൻ്റെ ഇക്വിവാലൻറ്റ് സർക്യൂട്ട് കൺസിഡർ ചെയ്യണം. ഇക്വിവാലൻറ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി N ടൈപ്പ് ബാർ ഉണ്ടല്ലോ UJTയുടെ, N ടൈപ്പ് ബാറിനെ നമ്മൾ രണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. RB2 RB1 അങ്ങനെ രണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും PN ജംഗ്ഷനെ നമ്മളൊരു PN ജംഗ്ഷൻ ഡയോഡായിട്ട് റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് UJTയുടെ ഇക്വാലൻറ്റ് സർക്യൂട്ട്. നമ്മൾ UJTയുടെ ബയാസിംഗ് എന്ന് വെച്ചാൽ നമ്മളൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് രണ്ട് ബേസിനെടുക്കും, ബേസ് 2നും ബേസ് 1നും ഇടയ്ക്ക് ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യും. വിത്ത് B2 ബീയിങ് പോസിറ്റീവ് ആൻഡ് B1 നെഗറ്റീവ്. B2ലേക്ക് പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയും B1ലേക്ക് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയും കണക്ട് ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഈ രണ്ട് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്കിവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യാം. വോൾട്ടേജ് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് RB1 അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ V1 കിട്ടും. V1 ഈസ് ഈക്വൽ ടു VBB ഇൻറ്റു RB1 ഡിവൈഡഡ് ബൈ RB1 പ്ലസ് RB2. ഇതാണ് നമുക്ക് V1 കിട്ടുന്നത്. RB1 പ്ലസ് RB2ന് ഇത് പ്ലസ് ആണ്. RB1 പ്ലസ് RB2ന് നമ്മൾ RBB എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ V1 നമുക്ക് എങ്ങനെ എഴുതാം? V1 ഈസ് ഈക്വൽ ടു VBB ഇൻറ്റു RB1 ഡിവൈഡഡ് ബൈ RBB എന്ന് എഴുതാം. അഗെയിൻ ഈ RB1 ഡിവൈഡഡ് ബൈ RBB എന്ന് പറയുന്ന ടേമിനെ
RB1 ഡിവൈഡഡ് ബൈ RBB എന്ന് പറയുന്ന ടേം UJTയുടെ കാര്യത്തിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ ഈറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഈറ്റ ഈസ് ഈക്വൽ ടു RB1 divided by RB1, which is known as the intrinsic standoff ratio of a UJT. Intrinsic standoff ratio of a UJT. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? VB1 ഈറ്റ VBB എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. VB1 അല്ലെങ്കിൽ V1, അതായത് RB1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അക്രോസ് ഉള്ള വോൾട്ടേജിനെ നമ്മൾക്ക് ഈറ്റ VBB എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു UJTയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എമിറ്റർ വോൾട്ടേജും എമിറ്റർ കറണ്ടും തമ്മിലുള്ള പ്ലോട്ടിനാണ് നമ്മൾ UJTയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നത്. നമ്മൾക്ക് ഈ ഡയോഡ് എപ്പോഴാണ് ഓൺ ആവുന്നത് എന്ന് പറയണം. ഒരു ഡയോഡ് ബേസിക്കലി ഓൺ ആവുന്നത് അതിൻ്റെ ആനോഡിലേക്ക് പോസിറ്റീവും കാഥോഡിലേക്ക് നെഗറ്റീവും കണക്ട് ചെയ്യുകയും അത് അതിൻ്റെ ബാരിയർ പൊട്ടൻഷ്യലിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡയോഡ് ടേൺ ഓൺ ആവുന്നത്. ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞു ഈറ്റ VBB ആണ്. അതായത് പോയിൻ്റ് എയിൽ വരുന്ന പൊട്ടൻഷ്യൽ ഈറ്റ VBB ആണ് എങ്കിൽ ഡയോഡിൻ്റെ ഡിപ്ലീഷൻ ബാരിയർ പൊട്ടൻഷ്യൽ VD ആണ് എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ഡയോഡ് ഓൺ ആകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ എമിറ്റർ വോൾട്ടേജ് ഈറ്റ VBB പ്ലസ് VDയേക്കാൾ മുകളിലാകുമ്പോഴാണ് നമ്മുടെ ഡയോഡ് ഓൺ ആവുന്നത്. അത് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈറ്റ VBB പ്ലസ് VD ആയാലാണ് ഡയോഡ് ടേൺ ഓൺ ആവുള്ളൂ. ഈ ഡയോഡ് ടേൺ ഓൺ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ പഴയ ഫിഗർ കൺസിഡർ ചെയ്യണം. ഡയോഡ് ടേൺ ഓൺ ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പി ജംഗ്ഷൻ ടേൺ ഓൺ ആകുമ്പോൾ അതിൻ്റെ പി ടൈപ്പിൽ നിന്നും ഹോൾസിനെ ഇഞ്ചെക്റ്റ് ചെയ്യാൻ തുടങ്ങും. പി ടൈപ്പിൽ നിന്ന് ഹോൾസിനെ അതിനെ എൻ ടൈപ്പിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യും. ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തിട്ടാണല്ലോ B1 നെഗറ്റീവും B2 പോസിറ്റീവും. അപ്പോൾ ഹോളിനെയാണ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ആ ഹോൾസിനെ ഈ VBBയുടെ നെഗറ്റീവ് ടെർമിനൽ എന്ത് ചെയ്യും? ഹോൾസിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ആ എൻ ടൈപ്പ് ബാറിൻ്റെ താഴത്തെ റീജിയൻ, അതായത് RB1 എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് RB1 നമ്മൾ വേരിയബിൾ റെസിസ്റ്റൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നതിന് കാരണമുണ്ട്. ഈ പറയുന്ന റീജിയനിലേക്ക് അതിൻ്റെ ഹോൾസ് അക്യുമുലേറ്റ് ചെയ്യും. ഹോൾസ് എന്ന് പറഞ്ഞാൽ ഹോൾസ് ആർ ആക്ച്വലി ചാർജ് ക്യാരിയേഴ്സ്. ചാർജ് ക്യാരിയേഴ്സ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടും. കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് കൂടുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ റെസിസ്റ്റൻസും കണ്ടക്ടിവിറ്റിയും ഓപ്പോസിറ്റ് ടേംസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ റീജിയൻ്റെ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ കിട്ടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് UJTയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ. അത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ചാർജ് ക്യാരിയേഴ്സ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ചാർജ് ക്യാരിയേഴ്സ് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടും. അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് UJTയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഇതെല്ലാം ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങളത് നോട്ടായിട്ട് എഴുതിയെടുക്കുക. ഈറ്റ ഈക്വൽ ടു RB1 ഡിവൈഡഡ് ബൈ RBB എന്ന് പറയുന്നത് UJTയുടെ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ആണ്. VB1 എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്ക് ഈറ്റ VBB എന്ന് കിട്ടും, നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ വഴി. ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു പോയതാണ്. ക്ലിയർ ആവുമെന്ന് കരുതുന്നു. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ whenever V is greater than eta VBB plus VB, ബാരിയർ പൊട്ടൻഷ്യലിനേക്കാളും ഈറ്റ VBBയുടെയും സമ്മിനേക്കാൾ കൂടുതലാവും എമിറ്റർ വോൾട്ടേജ് എങ്കിൽ PN ജംഗ്ഷൻ ഡയോഡ് ബിക്കം ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ നമ്മുടെ ഹോൾസ് പി ടൈപ്പിൽ നിന്ന് എൻ ടൈപ്പിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇഞ്ചെക്റ്റ് ചെയ്യപ്പെടുന്ന ഹോൾസിനെ താഴത്തെ ബേസിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ താഴെയുള്ള റീജിയൻ്റെ റെസിസ്റ്റൻസ് കുറയും. അഗെയിൻ എമിറ്റർ കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ UJTയുടെ ഓൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ UJTയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ഈസി ആയിരിക്കും. UJTയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഫിഗർ കാണിച്ചിട്ടുള്ളത്. ബേസിക്കലി നമുക്ക് 3 റീജിയൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ കട്ട് ഓഫ് റീജിയൻ, സെക്കൻഡ് വൺ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആൻഡ് തേർഡ് വൺ ഈസ് സാച്ചുറേഷൻ റീജിയൻ. എങ്ങനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞു. എമിറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തിട്ട് എമിറ്റർ വോൾട്ടേജ് വേഴ്സസ് എമിറ്റർ കറണ്ടാണ് UJTയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനീഷ്യലി നമ്മളുടെ എമിറ്റർ വോൾട്ടേജ് 0 ആണെന്നിരിക്കട്ടെ. അപ്പോൾ PN ജംഗ്ഷനിൽ ചെറിയൊരു റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവും. ആ ഒരു റിവേഴ്സ് കറണ്ട് മാത്രമാണ് ഇനീഷ്യലി ഉണ്ടാകുന്നത്.
ഫർദർ നമ്മൾ എമിറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് പോകുമ്പോൾ ഈ പർട്ടിക്കുലർ പോയിന്റിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. എമിറ്റർ വോൾട്ടേജ് ηVBB ആയി. എഗെയിൻ എമിറ്റർ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് ഈ പോയിന്റിൽ, അതിനെ നമ്മൾ പീക്ക് പോയിന്റ് എന്ന് പറയും. പീക്ക് പോയിന്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എമിറ്റർ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ηVBB പ്ലസ് VD. ηVBB പ്ലസ് VD ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആ PN ജംഗ്ഷൻ ഡയോഡ് ഓൺ ആകും. ക്യാരിയേഴ്സ് ഇപ്പോൾ ഈ ടൈപ്പ് ചെയ്യുന്ന ഹോൾസിനെ നമ്മുടെ N ടൈപ്പ് ബാറിലേക്ക് ഇഞ്ചെക്ട് ചെയ്യപ്പെടും. അവിടുത്തെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ചാർജ് ക്യാരിയേഴ്സ് കൂടുന്നതുകൊണ്ട് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ആ ഒരു റീജിയനാണ് നമ്മൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുന്നത്. ആദ്യത്തെ റീജിയൻ കട്ട് ഓഫ് റീജിയനാണ്. രണ്ടാമത്തെ റീജിയൻ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനാണ്. ഇതിൽ പീക്ക് പോയിന്റിൽ വരുന്ന വോൾട്ടേജിന് പീക്ക് വോൾട്ടേജ് എന്നും കറണ്ടിന് പീക്ക് കറണ്ട് IP എന്നും ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. എഗെയിൻ അടുത്തൊരു തേർഡ് റീജിയൻ എന്ന് പറയുന്നത് സാച്ചുറേഷൻ റീജിയനാണ്. സാച്ചുറേഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ കഴിഞ്ഞിട്ട് വീണ്ടും അതിന് വോൾട്ടേജും കറണ്ടും ഇൻക്രീസ് ചെയ്യുന്ന റീജിയനാണ് നമ്മൾ സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ സാച്ചുറേഷൻ റീജിയനും നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനും ഇടയ്ക്കുള്ള പോയിന്റിനെ നമ്മൾ വാലി പോയിന്റ് എന്ന് പറയും. അവിടുത്തെ വോൾട്ടേജാണ് വാലി വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് വാലി കറണ്ട്. ഇതാണ് UJTയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. Now these are the various applications of യൂണിജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അതിൽ റിലാക്സേഷൻ ഓസിലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ട്രിഗറിങ് സർക്യൂട്ട് ഫോർ SCR ആൻഡ് ട്രയാക്ക്. ട്രിഗറിങ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ SCRും ട്രയാക്കും ടേൺ ഓൺ ചെയ്യാനുള്ള സർക്യൂട്ട്സാണ്. അഗെയിൻ സോ ടൂത്ത് വേവ് ഫോം ജനറേറ്റർ. അത് നിങ്ങൾക്ക് ആക്ച്വലി തവണത്തെ ലാബിൽ ചെയ്യാനുണ്ട്. സോ ടൂത്ത് വേവ് ഫോം അതിൻ്റെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉള്ളതുകൊണ്ടാണ് നമുക്കതിനെ സോ ടൂത്ത് വേവ് ഫോം ജനറേറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. Again, UJT is used in timing circuits and switching devices. ഇതും സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പോയിന്റ് തന്നെയാണ്. Now, next one is about bipolar junction transistor. BJT നിങ്ങൾ ഓൾറെഡി പഠിച്ചതുകൊണ്ട് അതിൻ്റെ ഇൻഡെപ്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സിംപ്ലി അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മളുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. BJT കുറിച്ച് നിങ്ങൾക്കറിയാം. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. NPN ട്രാൻസിസ്റ്റർ, PNP ട്രാൻസിസ്റ്റർ. അതിൻ്റെ സിമ്പലും നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആണ്. NPN ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലുള്ള ആരോയാണ് അത് NPN ആണോ PNP ആണോ എന്ന് ഇൻഡിക്കേറ്റ്. ആരോ പുറത്തേക്കാണെങ്കിൽ അത് NPN ട്രാൻസിസ്റ്റർ, ആരോമാർക്ക് അകത്തേക്കാണെങ്കിൽ അത് PNP ട്രാൻസിസ്റ്റർ. ആൻഡ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം വേരിയസ് ആപ്ലിക്കേഷൻസ് ഓഫ് BJT ട്രാൻസിസ്റ്റേഴ്സ് നമ്മൾ വേരിയസ് ലോജിക് സർക്യൂട്ട്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ട്രാൻസിസ്റ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ആംപ്ലിഫയർ. നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്. ഓസിലേഷൻ സർക്യൂട്ട്സിൽ ഉപയോഗിക്കുന്നുണ്ട്. മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ക്ലിപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അഗെയിൻ ടൈമർ സർക്യൂട്ട്സിലും നമ്മൾ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്വിച്ച് ട്രാൻസിസ്റ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്വിച്ച്. ആൻഡ് അഗെയിൻ മോഡുലേഷൻ, ഡിമോഡുലേഷൻ, വേവ് ഫോം ഡിറ്റക്ഷൻ, ആ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ വേരിയസ് ആപ്ലിക്കേഷൻസ് ഓഫ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ.